2016 യേശുവോടൊപ്പം സ്വർഗീയ വിരുന്ന് പുതുവത്സരമൊഴുകുമി കോട്ടയം നെഹ്റു സ്റ്റേഡിയം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം ഡിസംബർ 31 വൈകിട്ട് 6 മണി പുതുവത്സര സന്ദേശം അത്ഭുത സാക്ഷ്യങ്ങൾ പ്രാർത്ഥിക്കുക പങ്കാളിയാവുക 2016 യേശുവോടൊപ്പം ഞാൻ സൗഖ്യമായി നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ യേശുനാഥൻ ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായേറ്റതാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഇന്നലെ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ വളരെ മനോഹരമായ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇന്നലെ നമ്മൾ കേട്ടു. അതിൻ്റെ തുടർന്നുള്ളതായ ആ ഭാഗം നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ്. ഇന്നലെ നമ്മൾ കേട്ടു, നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചത് ലോകത്തിൻ്റെ ഇടയിൽ നമ്മളെ പ്രദർശിപ്പിക്കുവാൻ. ലോക മനുഷ്യർ കാണുമ്പോൾ ഇതാ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ, ഇതാ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു 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 ഭവനമെന്ന് നമ്മളെ കണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും യേശു മതിയായവനാണ്. വചനം പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ദൈവവചനത്തിൽ അപ്പോസ്തലന്മാരെ നടത്തിയ അതേ കർത്താവ്, അബ്രഹാം മുതലുള്ള സകലരെയും നടത്തിയ അതേ കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായവനാണ്. ഇന്നും ദേശക്കാരുടെ ഇടയിൽ മാനിക്കുവാൻ അവൻ മതിയായവനാണ്. ഒരൊറ്റ ആഗ്രഹം, കർത്താവ് എന്നെ സഹായിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ, ആ വാഞ്ചയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഇന്ന് കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Many things do not happen in our life because of a lack of continual confession or using the word. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതിന്റെ കാരണം നമ്മൾ നിരന്തരമായി ദൈവവചനത്തെ ഏറ്റുപറയുന്ന ആ കാര്യത്തെ ഏറ്റുപറയാത്തത് കൊണ്ടാണ്. Hallelujah. Hallelujah. Not being consistent in what we are doing. നാം ചെയ്യുന്നതിൽ ഉറപ്പുള്ളവരായി നിലനിൽക്കുന്നവരല്ലാത്തത് കൊണ്ട്. ഇത് പ്രാർത്ഥിച്ചിട്ട് കിട്ടില്ല, എന്നാ പോട്ടെ. Do you know, I'll tell you, let's go to Hebrews chapter 11. നമുക്ക് എബ്രായ ലേഖനം 11 അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. By faith we understand, വിശ്വാസത്താൽ നാം മനസ്സിലാക്കുന്നു, that the worlds were framed by the word of God. ദൈവവചനത്താൽ ലോകങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു, അല്ലെങ്കിൽ അതിനെ സ്ഥാപിച്ചു. ഫ്രെയിം ചെയ്തു. അത് ഫ്രെയിം ചെയ്തു. നിങ്ങളുടെ വീട്ടിൽ ഫ്രെയിം ചെയ്തത് വല്ലതും ഉണ്ടോ? എന്നാ ഉള്ളേ? പടമുണ്ടല്ലേ? നല്ലൊരു പൂവിൻ്റെ പടം. ആ പൂ ഒറ്റയ്ക്കാണോ നിന്നേ? അല്ല, ഒരു തോട്ടത്തിൽ നിന്നു, അതിൽ നിന്നും ഒരു പൂ ഇങ്ങെടുത്ത് ഫ്രെയിം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നാ? അതിനെ ഉറപ്പിച്ചു. By faith we know, വിശ്വാസത്താൽ നാം അറിയുന്നു, that the world
were framed by the word of God. ദൈവവചനത്താൽ ലോകങ്ങൾ ഒരു ചട്ടത്തിനകത്താക്കി ഫ്രെയിമിനകത്ത് ഒന്ന് ഉറപ്പിച്ചു. എങ്ങനെ ഭൂമി ഇങ്ങനെ ഉരുണ്ടതായിരിക്കണം, സൂര്യൻ ഇവിടുന്ന് ആ പ്ലാൻ ഉറപ്പിച്ചു. ഓക്കെ, that the things which we see നാം കാണുന്ന കാര്യങ്ങൾ were not made by things which are visible. നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതല്ല ഇപ്പോൾ കാണുന്ന ഈ കാണുന്ന ലോകം ദൃശ്യമായ കാര്യങ്ങൾ കൊണ്ടല്ല നിർമ്മിക്കപ്പെട്ടു. പിന്നെ എവിടെ ഉണ്ടായിരുന്നു ഇത്? അദൃശ്യ ലോകത്ത്. എന്റെ ജീവനും ഭക്തിക്ക് വേണ്ടിയ സാധനങ്ങൾ മുഴുവൻ എവിടെ കിടപ്പുണ്ട്? അദൃശ്യ ലോകത്ത്. അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞിട്ടെ, അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, എനിക്കുള്ളത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് എടുക്കുക. ഞാൻ പറയാം, യേശുവിന് മുഖപക്ഷമുണ്ടോ? നെവർ. ദൈവത്തിന് മുഖപക്ഷമില്ല. തങ്കു ബ്രദറിന്റെ അകത്തിരിക്കുന്ന യേശു തന്നെയാണോ നിങ്ങളുടെ അകത്തിരിക്കുന്നത്? If there is no respecter of person, or for everyone God is the same, ദൈവത്തിന് മുഖപക്ഷമില്ല, എല്ലാവരും ദൈവത്തിന്റെ കണ്ണിൽ ഒരുപോലെയാണെങ്കിൽ, the word is similar for everybody. ദൈവവചനവും എല്ലാവർക്കും തുല്യമായിട്ട് വരും. Everything that you have ever desired in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലുമുള്ള കാര്യങ്ങൾ പോലും, everything, എല്ലാ കാര്യങ്ങളും is there hovering around you. നിങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ നടക്കുകയാണ്. You have to frame what you want നിങ്ങൾക്ക് വേണ്ടതെന്നതിനെ ഒരു ചട്ടത്തിലാക്കി ഉറപ്പിക്കണം. and speak the word into it. അതിലേക്ക് ദൈവവചനം സംസാരിക്കണം. പിടികിട്ടിയോ? ഇല്ല. എനിക്ക് വേണ്ടിയത് എന്താണോ അതെവിടെ ഇരിപ്പുണ്ട്? അതിൽ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ അതിനെ പ്ലാൻ ചെയ്ത് ഫ്രെയിം ചെയ്യാൻ പോവുക. എനിക്കിതാണ് എൻ്റെ ഡെസ്റ്റിനി. എനിക്കൊരു ഡോക്ടർ ആകണം. തീരുമാനിച്ചു. ഡോക്ടർ ആകാനുള്ള മെഡിക്കൽ കോളേജിൽ കൊടുക്കാനുള്ള ഫീസ്, യാത്രക്കൂലി എല്ലാം ഇതിനകത്തിരിപ്പുണ്ട്. ഞാനത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ ദൈവമോ എൻ്റെ ആവശ്യങ്ങൾ പരിപൂർണമായി തീർക്കും. എൻ്റെ ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും ഈ ദർശനത്തിൽ എത്തുവാനായിട്ടുള്ള മുഴുവൻ I have framed it. This is it. ഞാൻ അതിനെ ചട്ടത്തിലാക്കി ഉറപ്പിച്ചു. പറ്റുന്ന എവിടെയാന്ന് ഞാൻ പറയാം. പറ്റുന്ന എവിടെയാന്ന് പറയാം. എനിക്ക് ഡോക്ടർ ആകണം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ പറയാം, ഒന്നും നഷ്ടമായില്ല. നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും മുഴുവൻ. Go with me to John chapter 8. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് പോകാം. John chapter 8. The Gospel of John is totally Jesus revealing the Father. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കൂടെ അത് മുഴുവൻ യേശു പിതാവിനെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. Some people say I talk only about prosperity. ചിലരിങ്ങനെ പറയാറുണ്ട്, ഞാൻ സമൃദ്ധിയെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. What to do? It is written in the word. എന്ത് ചെയ്യാം? വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. വചനം ഇല്ലാത്തത് പ്രസംഗിക്കാൻ പറ്റൂ? Hallelujah. The word says in John chapter 8. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ വചനം ഇങ്ങനെ പറയുന്നു, verse 29. അതിന്റെ 29-ാമത്തെ. And he sent me. Jesus is saying, and he sent me. യേശു പറയുകയാണ്, എന്നെ അയച്ചു. അവൻ അയച്ചു. You can read from verse 28. 28 മുതൽ നമുക്കൊന്ന് വായിക്കാം. And Jesus said to them, when you lift up the Son of Man, then you will come to know that I am he, and that I have done nothing myself, but as my Father taught me, I speak these things. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്.
ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. This is the confession of Jesus. ഇതാണ് യേശുവിന്റെ ഏറ്റുപറച്ചിൽ. From the beginning to the end, ആദ്യം തൊട്ട് അവസാനം വരെ John, you will see Jesus confessing. യോഹന്നാനിൽ നിങ്ങൾ യേശുവിനെ ഏറ്റുപറയുന്നവനായി കാണും. Jesus says, I am the light of this world. യേശു പറയുകയാണ്, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. John chapter 8 verse 12. യോഹന്നാൻ 8:12. And Jesus spoke to them saying, I am the light of the world. He who follows me shall not walk in darkness. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. Those who follow me, എന്നെ അനുഗമിക്കുന്നവൻ, those who keep on walking with me, എന്നോട് കൂടെ നിരന്തരമായി നടക്കുന്നവർ, I am the light. ഞാൻ ലോകത്തിന്റെ വെളിച്ചം. അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, വീട്ടിലെ ട്യൂബ് ലൈറ്റ് അല്ല, ലോകത്തിന്റെ വെളിച്ചം എന്നാ പറഞ്ഞിരിക്കുന്നത്. ചിലരുടെ പ്രാർത്ഥന അങ്ങനെയാ, കർത്താവെ രക്ഷപ്പെട്ടെന്ന് കിട്ടിയാൽ മതി. എടാ, രക്ഷപ്പെടുത്താനല്ല, നിന്നെ രക്ഷപ്പെടുക മാത്രമല്ല ലോകത്തിന്റെ വെളിച്ചമാക്കാനാ വിളിച്ചിരിക്കുന്നത്. I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. And he who follows me എന്നെ അനുഗമിക്കുന്നവൻ will not walk in darkness. അവൻ ഇരുളിൽ നടക്കുകയേയില്ല. അവന് ദാരിദ്ര്യം കാണത്തില്ല, അവന്റെ ജീവിതത്തിൽ അസമാധാനം വരത്തില്ല, വചനത്തിൽ നടന്നുകൊണ്ടിരിക്കുക. And that is why Jesus says, if you abide in me, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ and വസിക്കുന്നുവെങ്കിൽ, my word abide in you. എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ, John 15:7, you will have the desire of your heart. യോഹന്നാൻ 15:17, നിങ്ങളുടെ ഹൃദയം എന്തിച്ഛിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 15:7 ഒന്ന് വായി. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ. എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. കിട്ടിയേക്കാം എന്നല്ല. The word is not psychology, it has a foundation. It is the word spoken by Jesus Christ. വചനം എന്ന് പറയുന്നത് മനഃശാസ്ത്രമല്ല, അത് യേശുവിനാൽ സംസാരിക്കപ്പെട്ട വചനമത്രേ. Again, I am not talking of the religion called Christianity. ക്രിസ്ത്യാനിറ്റി എന്ന ഒരു മതത്തെ അല്ല ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. Jesus never came to start Christianity. യേശു ഒരു മതമെന്ന്, ക്രിസ്ത്യാനിറ്റി എന്ന ഒരു മതം സ്ഥാപിക്കാൻ വന്ന ആളെയല്ല. Hallelujah. Hallelujah. Jesus says, യേശു പറയുന്നു, John chapter 8, യോഹന്നാൻ 8-ാം, Jesus says, യേശു പറയുന്നു, he who sent me is with me. എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. എന്നെ തെരഞ്ഞെടുത്തവൻ എൻ്റെ കൂടെയുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നെ തെരഞ്ഞെടുത്തവൻ, ഞാനോ തെരഞ്ഞെടുത്തവൻ എൻ്റെ കൂടെയുണ്ട്. അതാ യേശുവിന്റെ കൺഫെഷൻ, ആമേൻ. യേശുവിന്റെ സ്വീകാര്യം. ഒരു നാളും കൈവിടത്തില്ല. ആരെങ്കിലും നാട്ടുകാരെ നിങ്ങളെ ദൈവം കൈവിട്ടെന്ന് പറഞ്ഞാൽ അവരോട് പറയണം, അത് പിശാചിന്റെ ചിന്തയാ. പക്ഷെ എൻ്റെ കർത്താവ് വാക്ക് മാറത്തില്ല. കൂരിൽ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഒരു അനർത്ഥവും എനിക്ക് വരത്തില്ല. ശത്രുവിന്റെ മുമ്പിൽ എനിക്ക് മേശ ഒരുക്കുന്നവനാ എൻ്റെ കർത്താവ്. Look at Jesus. യേശുവിനെ നോക്ക്. Look at yourself. നിങ്ങളെ തന്നെ നോക്ക്. Jesus says, യേശു പറയുന്നു, he who sent me എന്നെ അയച്ചവൻ is with me. എൻ്റെ കൂടെയുണ്ട്. Then he says, തുടർന്ന് യേശു പറയാം, the Father has not left me alone. പിതാവ് എന്നെ ഒരിക്കലും അനാഥനായി വിട്ടിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് നടക്കുന്നേ. ആമേൻ. ചിലർ ഇങ്ങനെ പറയാറില്ലേ, എനിക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രം മതിയെന്ന്. കർത്താവിന്റെ ഒരു ഗുണമുണ്ട്, വിഷയം വരുമ്പോൾ ഇട്ടേച്ച് ഓടത്തില്ല. പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് നിന്റെ കൂടെ നടന്നത് എനിക്ക് ക്ഷീണമായെന്ന് പറയത്തില്ല. ഏത് അവസ്ഥയിലും കൈക്ക് പിടിച്ച് നടത്തുന്നവനാ. അതായിരുന്നു യേശുവിന്റെ ധൈര്യം. അതായിരുന്നു യേശുവിന്റെ ധൈര്യം. എന്നെ അയച്ചവൻ എൻ്റെ കൂടെ ഉണ്ട്. അവൻ ഒരിക്കലും എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. യേശു എന്നാ പറഞ്ഞത്? പിതാവ് എന്നെ അയച്ചതുപോലെ തന്നെ
ഞാൻ നിങ്ങളെ അയക്കുക. നിങ്ങളെ അയക്കുമ്പോൾ, നിങ്ങളെ തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ഒറ്റയ്ക്ക് ഞാൻ വിടത്തില്ല. ഞാൻ കൂട്ടത്തിൽ 24 മണിക്കൂറും 365 ദിവസവും കൂടെ. Then Jesus goes on. തുടർന്ന് യേശു തുടർന്ന് പറയുകയാണ്. Go ahead. വായിക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. എൻ്റെ കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് എൻ്റെ അപ്പൻ്റെ പ്രസാദമുള്ളത് ഇഷ്ടമാണ് ചെയ്യുന്നത്. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം എന്താ? എൻ്റെ വായിന്ന് വരുന്ന മൊഴികൾ. സാഹചര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്, യേശു പറഞ്ഞ വാക്ക ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ അപ്പൻ അതാ ഇഷ്ടം. അതുകൊണ്ടാണ് പറയേണ്ടത്, കർത്താവ് എനിക്ക് തുണ. മനുഷ്യരെന്നോട് നിങ്ങൾ ധൈര്യത്തോടെ പറയാൻ, അപ്പനോട് നോക്കി നിൽക്കുക, പറയണ്ടേ അതാ എൻ്റെ മകൻ. മുമ്പിൽ നിൽക്കുന്നവരെ അയ്യോ പൊത്തൊന്ന് വിളിക്കുന്നവനല്ല മകൻ. അവിടെ നിന്നോണ്ട് ഔടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ നിന്നോണ്ട് പറയും, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യരെന്നോട്. എന്നിട്ട് താഴെ പെട്ടെന്ന് വായിച്ചു. അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ. ഈ വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാ. നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നാ വിചാരിക്കുന്നത്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇഫ് യു കണ്ടിന്യൂ, നിലനിൽക്കുന്നു എന്നല്ല പറയേണ്ടത്. എൻ്റെ ആ വാക്ക് പറഞ്ഞേ, വായിച്ചേ. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, വചനത്തിൽ തുടരുമെങ്കിൽ. നിലനിൽക്കുന്നു അല്ല, എൻ്റെ വചനത്തിൽ തുടരുന്നുവെങ്കിൽ. പറഞ്ഞത് സ്വീകാര്യം തുടങ്ങിയത് അന്ത്യം വരെ പറയുന്നുവെങ്കിൽ. എന്റെ വചനത്തിൽ തുടരുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. നിങ്ങൾ വാസ്തവമായി എൻ്റെ. എന്നിട്ട് പറയാണ്, സത്യം അറിയുകയും, ഈ സത്യം നിങ്ങൾ അറിയുകയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും. നിങ്ങളുടെ ദർശനത്തെ സത്യമാക്കി റിയലാക്കി മാറ്റാൻ പോകുന്നത് ഇതാ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. അപ്പൊ സ്വതന്ത്രരാകുന്ന എന്താ? ഈ സത്യം, ദൈവവചനം, എൻ്റെ വായിലൂടെ വരുന്ന വചനം. ഞാനൊരു കാര്യം പറയാം. ഒരു പക്ഷെങ്കിൽ നമുക്ക് തോന്നിയേക്കാം നമ്മൾ ബലഹീനരാണ്. പക്ഷെ വായിന്ന് വരുന്ന വാക്ക് ഇരുവായി തലയുള്ള വാള. മുമ്പിൽ നിൽക്കുന്ന വലിയ മല പോലെ, പാറ പോലെ ഇഷ്യൂ ആയിരിക്കും, വിഷയങ്ങളായിരിക്കും. ഞാൻ ഈ മീനച്ചിലാർ എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് തപ്പി പോകുന്ന ആളാണ്. എനിക്കിഷ്ടമാണ് ഇതിൻ്റെ ഉത്ഭവം കാണാൻ. ഒരൊറ്റ ഉത്ഭവം പോലും, ഗംഗ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഉത്ഭവ സ്ഥാനം നോക്കിയാൽ ഒരു ചെറിയ ഓലിയ, മഴത്തുള്ളി പാറയിന്മേൽ വീണാൽ ചെതറിപ്പോവും. പക്ഷേ അതേ വെള്ളം രണ്ടാമത്തെ വീണു, മൂന്നാമത്തെ വീണു, നാലാമത്തെ വീണു, 1 മാസം വീണു, 2 മാസം വീണു, 3 മാസം വീണു. കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കുമ്പോൾ അവിടെ വിള്ളലുണ്ടാകാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ വാക്കിൽ നിങ്ങൾ നിലനിൽക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ, എത്ര വലിയ മലയുമായിക്കോട്ടെ, അതിനെ പൊളിച്ച് നിങ്ങൾ നിങ്ങളുടെ പാത ഉണ്ടാക്കി എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ, ഉറവകൾ. ഒരൊറ്റ തുള്ളി വീണ് അവസാനിപ്പിച്ചാൽ പാറ അവിടെ തന്നെ കാണും. പക്ഷേ 2, 3 എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. എൻ്റെ ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ ധനത്തിന് തക്കവണ്ണം പരിപൂർണമായി തീർക്കും. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. മല അവിടെ കിടപ്പുണ്ട്, എന്നാൽ വിള്ളൽ വീഴാൻ തുടങ്ങിയിരിക്കുക. പറഞ്ഞോ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. 1, 2, 1 മാസം, 1 വർഷം, വിള്ളൽ വീഴാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുക. സ്വന്തം പാത ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുക. ഉത്ഭവം ചെറുതായിരിക്കും, പക്ഷെ ജീവിക്കുന്ന ജലത്തിന്റെ
നദികളായിരിക്കും ഒഴുകുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് don't give it up, don't give it up, don't give it up. വിട്ടുകളയരുത്, വിട്ടുകളയരുത്, വിട്ടുകളയരുത്. Speak your vision, നിന്റെ ദർശനം പറയുക, speak the word. വചനം പറയുക. He who has called you അതിന് നിന്നെ വിളിച്ചിരിക്കുന്നു. will establish the word ഓ ദൈവ വചനത്തെ സ്ഥാപിക്കുക, in your life, നിന്റെ ജീവിതത്തിൽ ഉറപ്പിക്കുക, നിന്റെ ജീവിതത്തിൽ, in your life, നിന്റെ ജീവിതത്തിൽ, in your life. നിന്റെ ജീവിതത്തിൽ. Don't complain about others, മറ്റുള്ളവരെ കുറിച്ച് പരാതി പറയണ്ട. don't be jealous about others. അസൂയപ്പെടേണ്ട കാര്യമില്ല. You have the word inside your mouth, ദൈവ വചനം നിന്റെ നാവിൽ കൂടെ വരട്ടെ. you have the power inside your mouth. നിന്റെ ഉള്ളിൽ കൂടെ ശക്തി വെളിയിൽ വരട്ടെ. He who believes നാം വിശ്വസിക്കുന്നവൻ will speak to the mountain, മലയെ നോക്കി പ്രസ്താവിക്കും. go to the sea. കടലിൽ പോകാം. It will happen as he says. നീ പറഞ്ഞതുപോലെ അത് സംഭവിക്കും. Speak to the mountain, മലയെ നോക്കി speak പറയുക. to the mountain, മലയോട് പറയുക. speak to the mountain. മലയോട് പറയുക. 1, 1 2, 2 3, 3 4, 4 5, 5 6. 6 It will break down. അത് തകർന്നു വീഴും. It will break അത് down. പൊട്ടി മാറും. It has to break അത് down പൊട്ടി മാറിയേ because മതിയാകും. it is not by power. അത് കാരണം It ശക്തിയാലല്ല, is not by might. അത് സൈന്യത്താലല്ല, It is the power of the Holy Spirit in the word. വചനത്തിലൂടെ പരിശുദ്ധാത്മ ശക്തിയാൽ തന്നെ. Give a clap and say thank you, Jesus. കരങ്ങളെ തട്ടി യേശുവിന് നന്ദി പറ. Speak it out. പറഞ്ഞുവിട്, പറഞ്ഞുവിട്. Frame your dream. നിങ്ങളുടെ സ്വപ്നത്തെ ഫ്രെയിം ചെയ്യുക. Frame your vision. നിന്റെ ദർശനത്തെ ഫ്രെയിം ചെയ്യുക. Speak the word. വചനം പറയുക. Speak the word. വചനം പറയുക. It will become a reality. അത് വാസ്തവമായി It will വരും. become a reality. അത് സത്യമായി It വരും. is already there. അതവിടെ ഉണ്ടല്ലോ. Every input is already there. എല്ലാ ഉറവുകളും അവിടെ ഉണ്ട്. Everything you need is there. നിനക്ക് വേണ്ടിയതെല്ലാം അവിടെ ഉണ്ട്. Brick is there, sand is there, cement is there. ഓ സിമന്റ് ഉണ്ട്, കല്ലുണ്ട്, മണലുണ്ട്, എല്ലാം ഉണ്ട്. Frame your plan. നിന്റെ പദ്ധതിയെ ഫ്രെയിം ചെയ്യുക. Speak into it. അതിലേക്ക് പറയുക. Speak into it. അതിലേക്ക് പറയുക. Speak into it. അതിലേക്ക് പറയുക. Every impossibilities will go. അസാധ്യങ്ങളെല്ലാം മാറിപ്പോകും. Jesus Christ is Lord. യേശു ക്രിസ്തു കർത്താവ്. Jesus Christ is Lord. യേശു ക്രിസ്തു കർത്താവ്. Hallelujah. ഹല്ലേലൂയ. As you are clapping, നിങ്ങൾ കരങ്ങളെ തട്ടുമ്പോൾ, as you are seeing, നിങ്ങൾ അത് കാണുമ്പോൾ, break that limitation. ആ പരിമിതികളെ തകർക്കുക. Break that limitation. ആ പരിമിതികളെ തകർത്ത് കളയുക. See everything happen. എല്ലാം നടക്കുന്നതായി കാണുക. Cancel every negative word എല്ലാ പ്രതികൂല വാക്കുകളെ ക്യാൻസൽ ചെയ്യുക. and say, I can do all things. എന്നിട്ട് പറ, എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും. I will do all things. ഞാൻ അതെല്ലാം I ചെയ്യും. will fulfill my dream. എന്റെ സ്വപ്നങ്ങൾ ഞാൻ I യാഥാർത്ഥ്യമാക്കും. will see the dream happen. ആ സ്വപ്നം നടക്കുന്നത് ഞാൻ കാണും. Frame your dream. നിന്റെ സ്വപ്നത്തെ ഫ്രെയിം ചെയ്യുക. Speak the things into being. ഓ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കാം. ദൈവ വചനത്തിൽ പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കപ്പുറമായിട്ടുള്ള, നമ്മുടെ കഴിവിനപ്പുറമായിട്ടുള്ള, നമ്മുടെ ചിന്തയ്ക്കപ്പുറമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ യേശു മതിയായവനാണ്. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്തു വെക്കണം. എന്ന് പറഞ്ഞാൽ ആ സ്വപ്നങ്ങളെ നമ്മൾ മുദ്രയിടണം. ഇത് സംഭവിക്കും, ഇതെൻ്റെ ജീവിതത്തിൽ നടക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതരാകും, അവർ ക്രിസ്തുവിൽ പ്രസിദ്ധരാകും. ആ സ്വപ്നം നമ്മൾ ഫ്രെയിം ചെയ്തു വെക്കണം. അതുപോലെ എൻ്റെ ഭവനത്തിൽ സാമ്പത്തികമായ നന്മ വരും, എൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ശരീരത്തിന് സൗഖ്യം വരും. ഇത് നമ്മുടെ സ്വപ്നങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഭവനം ഇത് നമ്മുടെ സ്വപ്നമാണെങ്കിൽ, ആ സ്വപ്നങ്ങളെ നമ്മൾ ഇന്ന് കേട്ടതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കണം. അതിനെ നമ്മൾ ഉറപ്പിക്കണം. ഇതൊരു മാറ്റവുമില്ല, ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ കർത്താവ് അത് ചെയ്യും. എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളിൽ കൂടെ കർത്താവിൻ്റെ നാമം ദേശത്ത് ഉയരുവാൻ. യേശു അനുഗ്രഹിക്കുന്നവനാണെന്ന്, അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ലജ്ജിക്കത്തില്ല എന്ന് നമ്മളിൽ കൂടെ ദേശം കണ്ട് മനസ്സിലാക്കുവാൻ എൻ്റെ കർത്താവ് അത് ചെയ്യും. നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന്
രോഗത്തോടെയോ മറ്റെന്തെങ്കിലും വിഷയത്തോടെയോ ഞങ്ങളെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കേട്ട ആ വചനം പോലെ ഒരു വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വചനം കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതാണ്. എൻ്റെ യേശുവേ, ഞങ്ങളുടെ സകല ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിവർത്തിക്കുവാൻ യേശു മതിയായവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അവരുടെ ഭാവിയുടെ മേൽ, അവരുടെ തലമുറയുടെ മേൽ, അവരുടെ കുടുംബത്തിൻ്റെ മേൽ അവരുടെ സ്വപ്നം കാണുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. എൻ്റെ കർത്താവെ, അങ്ങയുടെ ധൈര്യം, അങ്ങയുടെ ഉറപ്പ് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നൽകുന്നതിനായി സ്തോത്രം. ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ. സ്കിൻ അലർജികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജപ്തി ഭാരത്താൽ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. വഴികൾ തുറക്കട്ടെ. കർത്താവിൻ്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. എല്ലാ വിഷയങ്ങൾക്കും വിടുതൽ നൽകുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. 2016 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മണി മുതൽ. പുതുവത്സര സന്ദേശം, അദ്ഭുത സാക്ഷ്യങ്ങൾ, പ്രാർത്ഥിക്കുക, പങ്കാളിയാവുക. 2016 യേശുവോടൊത്ത്. क्रूस से देखो आते हैं बहते हुए खून की धार। क्रूस से देखो आती है बहते हुए खून की धार। ओ मसीह, तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह, तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे